സ്വാമി ശരണം. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ഭരണം സർക്കാർ വിട്ടൊഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ച ധർണ വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർജി ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും പ്രസിഡന്റ്മാരും ദേവസ്വം മന്ത്രിയും കേരള സർക്കാരും പങ്കാളികളും ക്ഷേത്രക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളും വിഗ്രഹങ്ങളും നഷ്ടപ്പെടുന്നതിൽ കർണാടകത്തിലെ വ്യാപാരികൾക്കും കള്ളക്കടത്ത് സംഘങ്ങൾക്കും പങ്കുണ്ട് എന്നതും കോൺഗ്രസ് പ്രസിഡന്റിനും അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ ബന്ധവും SIT അന്വേഷണത്തിലൂടെ പുറത്തു വരില്ല എന്നതിനാലാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാരിന് ആത്മാർത്ഥത ുണ്ടെങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല ക്ഷേത്രം കേരളത്തിന്റേത് മാത്രമല്ല, ഭാരതത്തിന്റേത് കൂടിയാണ് എന്നത് സർക്കാർ മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. The SIT investigates, finds out that the two former presidents of the Devaswam board are involved in it. They are arrested. But then, nobody easily becomes the president of the board. Somebody becomes the president of the board only when he is well connected. And it is widely known and said that those two persons, the former presidents, they are well connected with the government of the day, with the party of that day. And therefore the chief minister makes a comment that this is a minor incident. Is it a minor incident? I asked the chief minister, 4.5 kilogram of the gold of the Bhagwan, of the Lord, has been stolen away, ignoring all procedures. Is it a minor thing? By saying this, you are affecting the investigations. You are conveying to the SIT and the police which is under you that they need not do their job seriously. And whatever they do, they should try to protect. Unni Krishnan at that time lived in Bangalore. The firm to which this job was entrusted is in Tamil Nadu. The ramifications of this incident are not limited to Kerala. The conspiracy, the breach of trust, the theft and the loot, it has an interstate ramifications. So when the government officers are in the dock, when the chief minister and his party, we have suspicions against them, when there is evidence of the highest Congress leadership being involved into it, then definitely it is not a matter to be investigated by the local police or the SIT. To get at the truth, the real truth, to catch the culprits, it has become necessary that the government refers this matter to the CBI. I have come here to convey one message. The Sabarimala issue is now not confined within the boundaries of Kerala. It's an issue that concerns the whole society in the whole of Bharat.
The Vishwa Hindu Parishad hereby promises that we will take it to all the nooks and corners of the country. We will involve the Hindus of the country to ensure that Maryada is restored, the state is restored, and we can run our religious places as per our dharma and conscience. Thank you. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഹൈക്കോടതി പോലും പരാമർശം നടത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാരിന് എന്തോ മറയ്ക്കാനുണ്ട് എന്നതിനാലാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ആരാണോ ഹിന്ദു സമൂഹത്തിനൊപ്പം നിൽക്കുന്നത് അവർക്ക് മാത്രമായിരിക്കണം ഹിന്ദു വോട്ട് നൽകേണ്ടതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് സെക്രട്ടറി സ്ഥാണു മാലയൻ പറഞ്ഞു. ലോകം മുഴുവനും ഇന്ന് ശബരിമല കേന്ദ്രീകരിച്ചിരിക്കുന്ന കാരണം എന്താ? ഇവിടുത്തെ ഹിന്ദുക്കള് ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും. അതുകൊണ്ടാണ് 1951 മുതൽ ഇന്ന് വരെയുള്ള ശബരിമലയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതൊരു ആഗോള ഗൂഢാചരണയുടെ പിന്നിലാണ്. ഇവിടെ ഹിന്ദു സമാജത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആറ്റുകാലിൽ ഹിന്ദുക്കളായിട്ട് പൊങ്കാലയിടാൻ പോകുന്നവര്, ഹിന്ദുക്കളായിട്ട് മുറജപത്തിന് പോകുന്നവര്, ഹിന്ദുക്കളായിട്ട് ലക്ഷദ്വീപത്തിന് പാസ് മേടിച്ചിട്ട് പോകുന്നവര്, ഗുരുവായൂരിൽ പോകുന്ന ഹിന്ദുക്കള്, തെയ്യത്തിന് പോകുന്ന ഹിന്ദുക്കള് ഒരേ ഒരു വിഷയം പറയാൻ പോവുകയാണ്. നിങ്ങള് ഹിന്ദുക്കൾ മാത്രമായിട്ട് ഹിന്ദുധർമ്മത്തിനെ രക്ഷിക്കുന്നവരായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഹിന്ദുക്കളായിട്ട് പോയിട്ട് നമ്മൾ ആരാണോ ഈ ഹിന്ദുധർമ്മം, ഹിന്ദു സംസ്കൃതി, ഹിന്ദു സമാജം, ഹിന്ദു രാഷ്ട്രത്തിനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ വോട്ട് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എത്ര സമരം നടത്തിയാലും പണ്ട് യഥാ രാജ തഥാ പ്രജ, ഇപ്പൊ യഥാ പ്രജ തഥാ രാജയാണ്. അപ്പൊ പ്രജകൾ ശരിയായിട്ടില്ലെങ്കിൽ രാജ അങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറായില്ല. നമ്മുടെ പ്രതിനിധികളുണ്ട്, ധാരാളം പേരുണ്ട്. പ്രതിനിധികളായിട്ടുള്ള ഈ പരിപാടി നടക്കണമെങ്കിൽ ജനങ്ങളെ ഉത്തേജനം ചെയ്യണം. ഇപ്പൊ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്. നമ്മുടെ ഹിന്ദു സമാജത്തിൽ എത്ര കോടി രൂപയാണ് ഉത്സവങ്ങൾക്ക് ചെലവാക്കുന്നത്? ഏതെങ്കിലും ഹിന്ദു സമാജത്തിന് വേണ്ടി സേവ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടോ? ഹിന്ദു സമാജത്തിനെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി, ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ കൺവീനർ SGR കുമാർ തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സ്വാഗതം പറഞ്ഞ ധർണയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു സമാപന പ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ധർണയിൽ വിവിധ ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ച് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, പീതാംബരൻ, ശ്രീകുമാർ, നാരായണൻ, മണി S തിരുവല്ല, ഡോക്ടർ രാധാകൃഷ്ണൻ, ജഗതി രാജൻ, PB കരുണദാസ്, AK വിജയനാഥ്, ഡോക്ടർ കൃഷ്ണൻ, K കൃഷ്ണകുമാർ, VN സോമൻ, തഴവ സഹദേവൻ, PK ഗോപിനാഥൻ, രാധാകൃഷ്ണൻ വാഴ്നോടി തുടങ്ങിയ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ സംസാരിച്ചു.